ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് അമ്പഗാടി പോക്കാണ്. അന്നെയാണൊന്ന് പെരക്കിരിക്കാനേ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്പഗാടി പോകുന്നത് തിരക്കും ഫോണും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് അമ്പഗാടി പോയിട്ട് ടീച്ചറെ ഫോണാണ്. പക്ഷെ ടീച്ചർ അമ്പഗാടിയിൽ ഫോൺ തരൂല്ലല്ലോ. ഞാൻ അവിടെ പോയിട്ട് കട്ടനെ കൊണ്ടല്ലേ കളിക്കാൻ പോകുന്നത്. ഏട്ടാ ഫോൺ കാണില്ല, ഞാൻ നല്ല വിൽക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് സാറാനും ഉണ്ടായിരുന്നു രണ്ട് പേരോ. നമ്മൾ പോകുമ്പോൾ ആരിലും ആരും സൈക്കിളിൽ ഓടിക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മൾ അമ്മങ്കാടിയിലേക്ക് പോയിട്ട് ഇത് അപ്പൂൻ്റെ ഇതിൻ്റെ സ്കൂളാണ്. MMS സ്കൂൾ നടത്ത പേര്. ഞാൻ വലുതായിട്ട് മുതൽ പഠിക്കുക. ഇവിടെ ഇപ്പോൾ പ്ലേ ഏരിയ വരുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ ഉണ്ടാ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെല്ലാം വീട് വേണമെങ്കിലും എടുത്തുവെച്ചിന് പ്ലേ ഏരിയ വന്നിട്ടാകുമ്പോൾ ഞാനിവിടെ പഠിക്കൂട്ടാ. ഇത് പകുതിയായിട്ടുണ്ട്. ഇവിടെ മദ്രസയും സ്കൂളും ഉണ്ട് കേട്ടാ. കുറേ ക്ലാസ്സെല്ലാം. ഈ സ്കൂളിന് മേലെല്ലാം എടുത്തിട്ടാകുമ്പോൾ ഞാനിവിടെ പഠിക്കൂട്ടാ. എൻ്റെ അമ്മ ഇങ്ങനെ പോലിട്ടാ. വലിയ കാടാണ്. ഇവിടെ ഞാൻ കാണിച്ചു നിർത്തുക. ഇവിടെ പുലിയും കടുവയെല്ലാം വെക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പേടിയില്ലാത്തത് ഞാൻ അതിലേക്ക് തന്നെ പോയിട്ടാ. ഇതട്ട സാറാൻ്റെ ഉമ്മ ഉണ്ട്. പിന്നെ അപ്പോൾ താത്ത ഉണ്ട് കേട്ടോ മുമ്പിൽ. നമ്മൾ കാട്ടിലേക്കൂടെല്ലാം നടന്ന് ഈ തുടവയിലെല്ലാം ആദ്യം വെള്ളമെല്ലാം ഉണ്ട്. തോടേനെ ഇട്ടിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളമില്ല കേട്ടാ. ഇല്ല, മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളമില്ല കേട്ടാ. പിന്നെ വലിയ കുന്നോട്ട കയറാൻ. ഈ കുന്നും കയറിയിട്ട് ഞാനും എൻ്റെ അപ്പുതാത്തയും കൂടിയിട്ട് പോയേ. ഞാൻ പറഞ്ഞു ഉമ്മാൻ്റെ കൈ പിടിക്കണം കേട്ടോ. ഉമ്മാൻ്റെ കൈ പിടിച്ച പിന്നെ അപ്പുതാത്തയും പിടിക്കണം. ഇങ്ങനെ അപ്പുതാത്തയും പിടിച്ചിട്ടാ. എന്നിട്ട് ഞാൻ രണ്ടാളെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ പോക്കാണ് അമ്പങ്കാടിയിലേക്ക്. അമ്പങ്കാടിക്ക് എന്തെല്ലാം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് പോണേ. ഞാൻ സാറാനോട് ചോദിക്കലേനു, ഇങ്ങോട്ടാ നീ അവിടെ വിൽക്കുക ഉമ്മാവ് തിന്നോ എന്നെല്ലാം ചോദിക്കലേനെ. സ്ഥലം പറഞ്ഞ ഞാൻ ഉമ്മാവ് തിന്നു സ്ഥലം പറഞ്ഞിട്ടാ. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി പോയേ നിലം പറഞ്ഞു കേട്ടാ. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ടാ. നമുക്ക് അമ്പങ്കാടിയിൽ എന്തെല്ലാം ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി കൂടിയേനെ. അങ്ങനെ ഒരു ഏച്ചി നടന്നു വരുന്നുണ്ടാ. ആ ഏച്ചി നിങ്ങളെവിടെയാണ് പോകുന്നുള്ളേ? നമ്മൾ അമ്പങ്കാടി പോകുന്നതാണ് കേട്ടാ. നേരെ ഏച്ചി ചിരിച്ചോണ്ട് പോയേ. എന്നിട്ട് നമ്മൾ അപ്പം അവിടെ കുറേ നേരം അമ്പങ്കാടി എത്തിയിട്ടാ. അപ്പോൾ തന്നെ വെച്ച് കൊണ്ടുവന്നുണ്ട്. ആ നിൽക്കുന്നതിന് എന്തെല്ലോ ആണെന്നുണ്ട് കേട്ടാ. ബേജാറായിട്ട് കയറാനേ തോന്നിയില്ലേ. അപ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നുണ്ട്. ഇവിടെ അടുത്തേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നു. പിന്നെ മണിമാശൻ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മണിമാശനുണ്ടേന്. ഇപ്പോൾ പിന്നെ മണിമാശൻ എന്തെല്ലോ പറയുന്നുണ്ടേനു. അതെല്ലാം കേട്ടുന്നിട്ട് അപ്പോഴത്തേക്ക് ആൻറ്റി ചായ ടൈമിൽ കൊണ്ടുവച്ച് അപ്പോഴോ ഒരു കുട്ടി ടീച്ചറോട് വെച്ച് ടീച്ചറെ എനിക്ക് ചായ തരുന്നട്ടാ. അപ്പോൾ ടീച്ചർ ആദ്യമേ തരാം ഇപ്പം തരാമെന്നിട്ട് കൽവിട്ട ബുക്കിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റി തിരിച്ചോന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടാ. ആൻറ്റി ഫസ്റ്റ് മണിമേശിനെടുത്ത് കൊടുത്ത് ആൻറ്റി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ തന്നെയോട്ടെ കാരണം ആൻറ്റി സാറാൻ്റെയും കാരണം ചായയിലൊക്കെ തന്നെയാണ് എന്തോ കടിയും കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ കടിയെന്ന് അറിയാൻ പറ്റേ ഭയങ്കര ആകാംക്ഷയിലേനു ഒത്താ. നോക്കുമ്പോൾ എന്താ കടിയെന്ന് എനിക്ക് കാണിച്ചേരേ. ഞാൻ ആൻറ്റി എല്ലാവർക്കും ചായൽ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടാ. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് 2 ചായ രൂപയാമേ സാറ് എന്നിട്ട് പിന്നെ ഉമ്മയും അപ്പും എല്ലാം എടുത്തിട്ടാ. എന്നിട്ട് ലാസ്റ്റ് കണക്ക് കിട്ടിയ 2 പിന്നെ ഏച്ചി എന്നോട് എന്തെല്ലോ ചോദിച്ചിട്ടാ. സ്കൂൾ പോകണ്ടേ അങ്കൻവാടിയിൽ എപ്പോഴും വരണമെന്നല്ല പറഞ്ഞേ. പിന്നെ ഇത് ഉണ്ട കൊണ്ടുവന്നിട്ട് ഇതിനിട്ട കടി ഇത് എന്തും ഞാൻ ചേച്ചിനെ പറഞ്ഞ് ഇത് അമൃതത്തിൻ്റെ ഉണ്ടയാന്ന് പറഞ്ഞിട്ടാ. പിന്നെ നമുക്ക് ബൊക്ക തരാൻ തുടങ്ങി. ഞാൻ അതിനോട്ട് അടുത്ത പിന്നെ പറഞ്ഞു മാറ്റിയിട്ടാ. ആ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ പെണ്ണിൻ്റെ ഫോട്ടോ എടുത്ത ശേഷം ഞാനേന് മണിമാശാണ് ആടെ ബൊക്കയിൽ പിടിച്ച് നിൽക്കുന്നുണ്ടേന്. എന്നിട്ട് ഞാനും പോയേ. എന്നിട്ട് എൻ്റെ 2 കൈയും കൊണ്ട് പിടിക്കാൻ വന്നേ. ഞാൻ 2 കൈ കൊണ്ട് പിടിച്ചിട്ട് മേടിച്ചിട്ടാ. ഞാൻ തിരിച്ചുകൊണ്ട് വന്നേ. പിന്നെ അത് സാറാനേട്ടാ. എനിക്ക് അപ്പം ഞാൻ അതിനെ നോക്കി നടന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ടാ. അടുത്ത് സാറാൻ പോയി മേടിക്കലേനെ. സാറാനെ മേടിക്കുന്നേ ഇല്ലേനു കേട്ടോ. ഉമ്മയും വരണം പിന്നെ ഉപയാമയും പോയാലോ ഓന് മേടിച്ചിട്ടാ. എനിക്ക് മറ്റേ മാഷിനെ കൊടുത്തിട്ടാ. ആ മാഷിൻ്റെ പേരെനിക്കറിയില്ലേ. പിന്നെ നമ്മൾ ഉമ്മ ഇങ്ങോട്ടേക്ക് വരുത്തേന്. എന്താ ഞാൻ അവിടുത്തെ കാര്യമാണ് ഞാൻ എനിക്കൊരു കരഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ആൻറ്റി പറയുന്നത് ഇവനെപ്പോൾ അംഗൻവാടി അയക്കണോ അംഗൻവാടിയിൽ അയക്കണോ അല്ലെങ്കിൽ എനിക്ക് തടി കിട്ടാമെന്നെല്ലാം പറഞ്ഞ്. പിന്നെ നമ്മൾ ആ കുട്ടീൻ്റെ എപ്പോഴും കയറിപ്പോയിട്ട് ഉള്ളിൽ ആ കുട്ടീനെ തൊട്ടാക്കിയിട്ടുണ്ടല്ലോ പറയുന്നുണ്ടേനു കേട്ടാ. ഞാനാണേ ഉമ്മാനിങ്ങനെ ദയനീയമായി നോക്കുന്നുണ്ടേനെ പാക്കേക്ക് വരാൻ വേണ്ടിയിട്ട്. ഉമ്മയാണ് പറഞ്ഞെ കൂട്ടുക. ഇത് സാറാൻ പോയിട്ട് മറ്റേ റൂമിൽ നിന്ന് വണ്ടിയെല്ലാം ഓടിച്ചിട്ട് കുറേ സമയം അങ്ങനെ കുറേ വണ്ടി കസേരയുണ്ടേനെ. പിന്നെ ഉമ്മാനെ കൂത്താണ്ട് വന്നിട്ടാ. എനിക്ക് നല്ലോണം ദേഷ്യം പിടിച്ചിനെ. പിന്നെ ഉമ്മ ഇങ്ങനെ പോക്കേനു കേട്ടാ. ഉമ്മ വീഡിയോ എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നത് എന്നെ കാണിച്ചിട്ട് കരയിപ്പിച്ചിട്ടാ.
ഞാൻ ഉമ്മാനെ പെരക്ക് വന്നിട്ട് കുറേ അടിച്ച പിന്നെ ഇത് നമ്മൾ ഒരു ഏട്ടൻ്റെ പറയാന്ന് താഴെ ഇപ്പം ആരും ഇല്ലാന്ന് തോന്നുന്നേ പിന്നെ നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ് ആകാശത്തിന് ചുങ്കോക്ക് കായ്സ് നിങ്ങൾ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ പെരക്കെത്തുമ്പോഴത്തേക്ക് ഞാൻ പെരക്കെത്തിന് കേട്ടോ ഉപ്പാൻ്റെ പേരോ ആ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല